ഹായ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതിനായി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കുന്നുണ്ട്. കപ്പലണ്ടി വറുക്കുമ്പോൾ കരിയാതെ തന്നെ വറുത്തെടുക്കണം. കപ്പലണ്ടി വറുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വേണം മാറ്റി വെക്കാനായിട്ട്. ഇനിയും ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്ത്, ഞാൻ ഇവിടെ 3-4 മുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 7-8 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ അല്പം ജീരകം ചേർത്ത് കൊടുത്ത്, അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ അല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം ഇതുപോലെ 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അധികം മൂത്ത് പോകാൻ പാടില്ല. അതിനുശേഷം ഇത് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ പൊടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മാത്രം മതി, കൂടുതൽ അരിഞ്ഞു പോകാൻ പാടില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാമെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക.